ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അർജന്റീന അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട്. ആരായിരിക്കും അർജന്റീനയുടെ എതിരാളികൾ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. സ്പെയിനോ ഉറുഗ്വേയോ വരാനുള്ള ഒരു സാധ്യതയാണ് അവിടെയുള്ളത്. നാളെ പുലർച്ചെ സ്പെയിനും ഉറുഗ്വേയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ആ മത്സരത്തിൽ സ്പെയിൻ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ സ്പെയിനും അർജന്റീനയും തമ്മിലുള്ള ഒരു മത്സരം നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇതേക്കുറിച്ച് ഇപ്പോൾ എൽ ചിരിങ്കിറ്റോ ടിവിയുടെ അഥവാ സ്പെയിനിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ യുവാൻ വി സാൻസ് പെരസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് അർജന്റീനക്ക് അഹങ്കാരം കൂടുതലാണ്, വളരെയധികം അഹങ്കാരികളാണ് അർജന്റീന. ആ അഹങ്കാരം തീർത്തു കൊടുക്കേണ്ടതുണ്ട്. അവരെ പുറത്താക്കാൻ വേണ്ടി അഥവാ അടുത്ത ഘട്ടത്തിൽ അർജന്റീനയോട് കളിക്കാൻ വേണ്ടി സ്പെയിൻ നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ പരാജയപ്പെട്ടാലും തനിക്ക് പ്രശ്നമില്ല എന്നൊക്കെയാണ് യുവാൻ വി സാൻസ് പെരസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അർജന്റീനക്കെതിരെ കളിക്കാൻ സ്പെയിനിന് അവസരം ലഭിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അർജന്റീനയുടെ ഓസ്ട്രിയക്കെതിരെയുള്ള പ്രകടനം വളരെ ദയനീയമായിരുന്നു. അർജന്റീനയെ നേരിടാൻ വേണ്ടി സ്പെയിൻ ഉറുഗ്വേയോട് തോറ്റുകൊടുത്താലും എനിക്ക് പ്രശ്നമില്ല. അവരെ പുറത്താക്കണം. അത്രയേറെ അഹങ്കാരികളാണ് അർജന്റീന. അവർ നേടിയ വേൾഡ് കപ്പ് അത് 4 വർഷങ്ങൾക്ക് മുൻപാണ്. ഇപ്പോൾ അവരെ കിട്ടണം. അവർ കരുതുന്നത് അവർ ശക്തരാണെന്നും നമ്മൾ ബലഹീനരാണ് എന്നുമാണ്. അത് തീർത്തു കൊടുക്കണം. ഇതാണ് സ്പെയിനിലെ ജേർണലിസ്റ്റായ യുവാൻ വി സാൻസ് പെരസ് പറഞ്ഞിട്ടുള്ളത്. അതായത് അടുത്ത റൗണ്ടിൽ അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള മത്സരം വരണം. അങ്ങനെ സംഭവിച്ചാൽ എന്തായാലും അർജന്റീനയെ പുറത്താക്കാൻ സ്പെയിനിന് സാധിക്കും. അങ്ങനെ അർജന്റീനയുടെ അഹങ്കാരം തീർത്തു കൊടുക്കണം എന്നൊക്കെയാണ് എൽ ചിരിങ്കിറ്റോ ടിവിയുടെ മാധ്യമ പ്രവർത്തകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അർജന്റീനയും സ്പെയിനും വേൾഡ് കപ്പ് കിരീട ഫേവറേറ്റുകളാണ്. അക്കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. റൗണ്ട് ഓഫ് 32-വിൽ ഈ രണ്ട് ടീമുകളും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയാൽ അത് ഒരു തീപ്പാറും പോരാട്ടമായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.